മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മാന്യ ശ്രോതാക്കൾക്ക് എൻ്റെ പ്രണാമം എന്ന് പറയുകയായിരിക്കും നല്ലത്. വളരെ ധന്യമായിട്ടുള്ളൊരു സുഭാഷിതമുണ്ട്. അതിൻ്റെ ഏതാണ്ട് അർത്ഥം മലയാളത്തിൽ നമ്മൾ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന ഒരു സന്ദേശം തന്നെയാണ്. നന്മകളാണെങ്കിലും പരിധിക്കപ്പുറം കൂടുതലാവരുത്, തിന്മകളാണെങ്കിലും പരിധിക്കപ്പുറം കൂടുതലാവരുത്. അതാണ് ഇതിൻ്റെ സന്ദേശം. നന്മകളാണെങ്കിൽ അത് കൂടിയാൽ എന്താ കുഴപ്പം? നന്മകളാണെങ്കിലും പരിധിക്കപ്പുറം കൂടരുത്, തിന്മകളാണെങ്കിലും പരിധിക്കപ്പുറം കൂടരുത്. സ്നേഹം പരിധിക്കപ്പുറം ആവരുത്. ബഹുമാനം, ആദരവ്, കടമ, കടപ്പാട്, കരുണ, സംതൃപ്തി, ചാരിതാർത്ഥ്യം ഇതൊക്കെ നല്ല ക്വാളിറ്റീസാണ്. പക്ഷെ അതൊന്നും തന്നെ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയിൽ ഉണ്ടാകരുത്. കാരണം നമ്മൾ മനുഷ്യരാണ്. വാശി, പക, വിദ്വേഷം, അസൂയ, കുശുമ്പ്, കുനിഷ്ഠ തുടങ്ങിയതും പരിധിക്കപ്പുറം ഉണ്ടാവരുത്. രണ്ടും ചിലപ്പോൾ പരിധി കടക്കുമ്പോഴത്തേക്കും പ്രശ്നം ഉണ്ടാവും. നെഗറ്റീവുകൾ പരിധി കടക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പോസിറ്റീവുകൾ പരിധി കടക്കുമ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. ഒരു സുഭാഷിതം ഇപ്രകാരം പറയുന്നു: അതിസൗന്ദര്യം സീതായാഹ. സീതയ്ക്ക് ജീവിതത്തിൽ, സീതാദേവിക്ക്, ശ്രീരാമൻ്റെ ധർമ്മപത്നിക്ക് ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായത് സൗന്ദര്യം കൂടിയത് കൊണ്ടാണ്. ഒരു വ്യക്തിക്ക് സൗന്ദര്യം വേണം. പരിധിക്കപ്പുറം സൗന്ദര്യം ഉണ്ടായാൽ അത് ഡേഞ്ചറസ് ആണ്. അതിസൗന്ദര്യം സീതായ അതിഗർവം രാവണസ്യ ച. രാവണന് ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവാൻ കാരണം അഹങ്കാരം, അഭിമാനം, ദുരഭിമാനം, ആത്മാഭിമാനം, തൻ്റെ ശക്തിയോടുള്ള പരിധിക്കപ്പുറമുള്ള ആത്മവിശ്വാസം, തനിക്ക് അറിയാമെന്നുള്ള ധാരണ. ഈ ആത്മവിശ്വാസവും ആത്മാഭിമാനവും അഹങ്കാരവും വാശിയും, അതുപോലെ താൻ വളരെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവനാണ് എന്നുള്ള ധാർഷ്ട്യവും, ഇതെല്ലാം ശരിക്ക് വളരെ കൂടിയത് കൊണ്ട് മാത്രമാണ് 4 വേദങ്ങളും 6 വേദാംഗങ്ങളും പഠിച്ച ധന്യമായിട്ടുള്ള ഒരു മനുഷ്യജന്മം രാക്ഷസീയ സ്വഭാവം കാണിച്ചു എങ്കിലും ധന്യമായിട്ടുള്ളൊരു മനുഷ്യജന്മം വ്യർത്ഥമാവാൻ കാരണം ഈ ധാർഷ്ട്യം അത് കൂടിയത് കൊണ്ടാണ്. നമ്മളെ ഭരിക്കുന്ന കുറേ മന്ത്രിമാർക്കും പാർട്ടി നേതാക്കന്മാർക്കും ആ ധാർഷ്ട്യമാണ് അവരുടെ സർവനാശത്തിന് കാരണമാകാൻ സാധ്യതയുള്ളത്. ഏത് പാർട്ടിയിലുള്ളവരായാലും, ഏത് മതത്തിലുള്ളവരായാലും, ഏത് ജാതിയിലുള്ളവരായാലും, ഏത് വ്യക്തിയിലായാലും. അതൊരു ക്രിക്കറ്റ് താരമാണെങ്കിലും ആപ്ലിക്കബിളാണ്, സിനിമാ നടനാണെങ്കിലും ആപ്ലിക്കബിളാണ്. അപ്പോൾ അതിഗർവം രാവണസ്യ ച അതിദാനശീലം മഹാബല്യ. ദാനം ചെയ്യുന്നത് നല്ലതല്ലേ, ദാനശീലം നല്ലതല്ലേ എന്നൊരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. നല്ല ഗുണമാണല്ലോ ദാനം. പക്ഷെ അത് പരിധി വിട്ടാൽ അത് അപകടമാണ്. മഹാബലിക്ക് ദാനശീലം കൂടിയത് കൊണ്ട് പറ്റിയ അബദ്ധമാണ്. ദാനശീലം മഹാബലിക്ക് കൂടിയത് കൊണ്ട് പറ്റിയ അബദ്ധമാണ്. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ഒരു പ്രശ്നമുണ്ട്. എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന ആൾ, എൻ്റെ വീട്ടിലുള്ള ഒരാളെ അയാൾക്ക് വേണമെന്ന് പറഞ്ഞാൽ, എൻ്റെ വീട് അയാൾക്ക് വേണമെന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രോപ്പർട്ടി അയാൾക്ക് വേണമെന്ന് പറഞ്ഞാൽ, ഞാൻ വിശന്ന് വലയുമ്പോൾ ഞാൻ കഴിക്കുന്ന ഭക്ഷണം മുഴുവനും അയാൾക്ക് വേണമെന്ന് പറഞ്ഞാൽ, ഞാൻ ദാനശീലനാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് അയാൾ ചോദിക്കുന്നതെങ്കിൽ ഞാൻ കൊടുത്തു എന്നും വിചാരിക്കുക. അതെനിക്ക് തന്നെ പ്രശ്നമാവുന്നില്ലേ? നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചില ഭാഗങ്ങൾ പാകിസ്ഥാന്, ചില ഭാഗങ്ങൾ ചൈനയ്ക്ക് ഒക്കെ വേണമെന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മളെ ഭരിക്കുന്നവർ നല്ല ദാനശീലന്മാരാണ്, തനിക്ക് എടുക്കാനുള്ളതെല്ലാം എടുത്തോളുക എന്ന് നമ്മൾ പറഞ്ഞു വിചാരിക്കുക. അതിൻ്റെ മറ്റൊരു രൂപത്തിലല്ലേ മഹാബലി ചെയ്തത്? ഒരാൾ വന്ന് ചെറുപ്പക്കാരനോ പ്രായപൂർത്തിയായവനോ അല്ലാത്തവനോ എന്നൊന്നും നോക്കരുത്. അയാൾ വന്ന് ചോദിച്ചപ്പോഴത്തേക്കും തൻ്റെ രാജ്യം കൊടുത്തു. ഒരു രാജാവ്, ഒരു ചക്രവർത്തി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതല്ലേ അത്? ഒരു രാഷ്ട്രത്തെ വന്ന് ചോദിച്ചവനെ എഴുതി കൊടുക്കാം. അപ്പോൾ അതിദാനശീലം മഹാബല്യ അതിസർവത്ര വർജയേത്. അതിസർവത്ര വർജയേത്. ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഒരു ചെറിയ സംഭവം നോർത്ത് ഇന്ത്യയിൽ നടന്നു. ഒരു സ്കൂൾ സ്റ്റുഡൻറ്റിനാണെന്ന് തോന്നുന്നു, +1 10th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഗൂഗിൾ കമ്പനിയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി. ട്രെയിനിങ് പീരീഡിൽ 4 ലക്ഷവും ശമ്പളം ഏതാണ്ട് 1.2 കോടിയുമാണ് എന്ന് പറഞ്ഞ് അപ്പോയിൻമെൻറ്റ് കിട്ടിയപ്പോൾ
ഈ കമ്പ്യൂട്ടർ ടെക്നിക്കിലും മൊബൈൽ ടെക്നിക്കിലും വളരെയേറെ കഴിവുള്ള ആ കുട്ടിയെ എല്ലാവരും വിശ്വസിച്ചു. ഒരു അധ്യാപകൻ മാത്രം പറഞ്ഞു ഇത് തെറ്റാണ്, ഇത് ശരിയാവാൻ ഒരിക്കലും സാധ്യതയില്ല, ഇത് ഫ്രോഡാണ്. പക്ഷെ ഇത്രയും അധികം മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും IT-യിലും ഇലക്ട്രോണിക്സിലും എക്സ്പെർട്ടായിട്ടുള്ള സ്കൂൾ സ്റ്റുഡൻറ്റ് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല, ഫ്രോഡാവാൻ സാധ്യതയില്ല എന്ന കാരണത്തിൽ അമിതമായിട്ടുള്ള വിശ്വാസം എല്ലാവരും അവനെ വെച്ച് പുലർത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്, 2-3 ദിവസമോ ഒരാഴ്ചയോ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്, ഈ കുട്ടി തന്നെത്താനെ ഗൂഗിളിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉണ്ടാക്കി, ലെറ്റർ പാഡ് അടിച്ച് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉണ്ടാക്കി ഡ്രാഫ്റ്റ് ചെയ്ത ലെറ്ററാണത്. ആ കുട്ടിക്ക് അത് കിട്ടിയതല്ല. ഇതുപോലെ പണ്ട് ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യൻ പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് ഒരു നോർത്ത് ഇന്ത്യ, ഉത്തർപ്രദേശാണെന്ന് തോന്നുന്നു, ഹരിയാനയോ ഉത്തർപ്രദേശിലോ ഉള്ള ഒരു സ്റ്റുഡൻറ്റിന് നാസയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അഭിനന്ദിച്ചു. ഡോക്ടർ APJ അബ്ദുൽ കലാം അഭിനന്ദിക്കുന്നതിന് മുമ്പ് കോൺഫിഡൻഷ്യലായിട്ട് എൻക്വയറി റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞു. ആ കുട്ടിയോ കുട്ടിയുടെ അച്ഛനോ അമ്മയോ പോലീസുകാരോ ആരും അറിയാതെ, പത്രക്കാരോ അറിയാതെ ഇതിൻ്റെ നിജ അവസ്ഥ, സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് എൻക്വയറി ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന ഇന്ത്യൻ പ്രസിഡൻ്റ് ആയിരുന്ന കാലത്ത് ചെയ്തു. എൻക്വയറി നടത്തിയപ്പോൾ അത് ഫ്രോഡാണെന്നും തെറ്റാണെന്നും അറിയുകയും ചെയ്തു. ആ കുട്ടിയെ അറസ്റ്റ് ചെയ്യാൻ തന്നെ ഇന്ത്യൻ പ്രസിഡൻ്റ് ഇൻഡയറക്ട്ലി അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഓർഡർ ചെയ്ത് മേലിൽ ഇതുമാതിരിയുള്ളത് സംഭവിക്കാതിരിക്കാൻ രക്ഷാകർത്താക്കളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു, ഡയറക്റ്റ്ലി അല്ല ഇൻഡയറക്ട്ലി. അപ്പോൾ ശരിക്ക് ഈ ലോകത്തിലുള്ള ഒന്നും തന്നെ, ഏത് ക്വാളിറ്റി ആണെങ്കിൽ പോലും നമ്മൾ ഒന്നിലും അമിതമായിട്ട് വിശ്വസിക്കരുത്, അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യരുത്. ഒരു വ്യക്തിക്കും അമിതമായിട്ടുള്ള നന്മയോ അമിതമായിട്ടുള്ള തിന്മയോ ഉണ്ടെങ്കിൽ എവിടെയോ അബ്നോർമലാണ് എന്നുള്ളതിന് തെളിവ് കൂടിയാണത്. അതുകൊണ്ട് നമ്മൾ ഓർമ്മിക്കാനുള്ളത്, അതിസൗന്ദര്യം സീതയ്ക്ക് തൻ്റെ ജീവിതം മുഴുവനും നഷ്ടപ്പെടാനുണ്ടായ പ്രധാന കാരണം, രാവണൻ സീതയെ അപഹരിക്കാനുണ്ടായ പ്രധാന കാരണം സീതയുടെ സൗന്ദര്യം തന്നെയാണ്. 4 വേദങ്ങളും 6 വേദാംഗങ്ങളും പഠിച്ച് 10 തലയുടെ കപ്പാസിറ്റിയുള്ള രാവണന് തൻ്റെ ഭാര്യ മണ്ഡോദരിയുടെ ഉപദേശം കേൾക്കാൻ സാധിച്ചില്ല, അനുജൻ കുംഭകർണൻ്റെ ഉപദേശം കേട്ടില്ല, മറ്റൊരു അനുജനായ വിഭീഷണൻ്റെ ഉപദേശം കേട്ടില്ല, ഗർവം കൂടി, അഹങ്കാരം കൂടി, ത്രിജടയുടെ ഉപദേശം കേട്ടില്ല. ആരുടെയും ഉപദേശം കേൾക്കാതെ തൻ്റെ ഇഷ്ടപ്രകാരം തനിക്ക് കപ്പാസിറ്റി ഉണ്ട് എന്നൊരൊറ്റ കാരണത്തിൽ ധാർഷ്ട്യത്തോടു കൂടി പെരുമാറിയതാണ് രാവണൻ്റെ സർവനാശത്തിന് കാരണമായത്. അതിഗർവം രാവണസ്യ ച അതിദാനശീലം മഹാബലിക്ക് പ്രശ്നം ഉണ്ടായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ദാനശീലം കൂടിപ്പോയതാണ്. അതുകൊണ്ട് ഇന്നും ഓർമ്മിക്കുക, അധികമായാൽ അമൃതം വിഷം. അപ്പോൾ വിഷം അമൃതാണെങ്കിലും പാൽപ്പായസമാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുരമുള്ളതോ ഉപ്പുള്ളതോ എരിവുള്ളതോ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥമാണെങ്കിലും, ഏത് വസ്തുവാണെങ്കിലും, ചിന്തയാണെങ്കിലും, ധാരണയാണെങ്കിലും, ഇപ്പോൾ പലപ്പോഴും ഇവിടെ കേരളത്തിൽ കൊലയും കൊള്ളിവെപ്പും എല്ലാം നടക്കുന്നത് ചില പാർട്ടി നേതാക്കന്മാരോടുള്ള അമിതമായ അടിമത്വഭാവമാണ്. കൊല്ലാനും ചാവാനുമായിട്ട് ഇറങ്ങിപ്പെടുന്നത് പാർട്ടികളോടോ പാർട്ടിയുടെ സിദ്ധാന്തത്തോടോ പാർട്ടിയിലുള്ള നേതാക്കന്മാരോടോ പാർട്ടിയുടെ ആദർശങ്ങളോടോ ഉള്ള അന്ധവും അമിതവുമായ വിധേയത്വമാണ് സർവനാശത്തിന് കാരണമാകുന്നത്. ഇതെല്ലാം നമ്മൾ അറിയണം. നമ്മൾ ശരിക്കും ഇതെല്ലാം എന്തിനാ കേൾക്കുന്നേ അറിയോ? ഇതൊന്നും നമുക്ക് അറിയാത്തതല്ല. പക്ഷെ ഇങ്ങനെ ചില ഉദാഹരണങ്ങളും ചില ശ്ലോകങ്ങളും ചില മന്ത്രങ്ങളും ചില വരികളുമൊക്കെയാണ് നമ്മളുടെ തലച്ചോറിൽ പെട്ടെന്ന് നിലനിൽക്കുന്നത്. ഒരു പ്രതിഭാസവും ഒരു സംഭവവും നിലനിൽക്കുന്നതിനേക്കാളും ഇതുപോലെയുള്ള വരികൾ വളരെ പെട്ടെന്ന് നമ്മളുടെ അടിതെറ്റിയാൽ ആനയും വീഴുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തു വലിയൊരു സന്ദേശമാണ് ഉള്ളതെന്ന് നോക്കാം. മിന്നുന്നതെല്ലാം പൊന്നല്ല, അത്ര വലിയ സന്ദേശമാണ് അതിനകത്തുള്ളത്. അതുപോലെ പണ്ടുള്ളവർ ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം, സമഗ്രമായ മാനേജ്മെൻറ്റ്, ജീവിത മാനേജ്മെൻറ്റ് കൊടുത്തിരുന്നത് ഇതേപോലെയുള്ള സുഭാഷിതങ്ങളിലൂടെയാണ്. ഒന്നുകൂടി അത് പറയാം. അതിസൗന്ദര്യം സീതായാ അതിഗർവം രാവണസ്യ ച
അതിദാനശീലം മഹാബല്യ അതി സർവത്ര വർജയേത്. പ്രണാമം, നമസ്കാരം.